എല്ലാവർക്കും നമസ്കാരം. ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ ഈ വിശദീകരണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഡേ 1 കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബേസിക്സ് ആണെന്ന് കരുതി നിസ്സാരമായി കാണരുത് കേട്ടോ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് ഈ അടിത്തറയാണ്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്? പ്രധാനമായും 4 കാര്യങ്ങൾ. 1. എന്താണ് കമ്പ്യൂട്ടർ എന്നതിന്റെ കൃത്യമായ നിർവചനം. 2. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം. 3. പ്രോസസ്സിംഗിന്റെ പവർ. പിന്നെ അവസാനമായി കമ്പ്യൂട്ടറിന്റെ 7 പ്രധാന സവിശേഷതകൾ. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക്ക്, ഡിഫൈനിങ് ദ കമ്പ്യൂട്ടർ. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ വേരുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും ഒരു കമ്പ്യൂട്ടർ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇത് പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം, ഇത് ഡേറ്റ സ്വീകരിക്കുന്നു, അതായത് റിസീവ് ചെയ്യുന്നു. രണ്ടാമതായി, ആ കിട്ടിയ ഡേറ്റയെ അത് പ്രോസസ്സ് ചെയ്യുന്നു. ഇനി മൂന്നാമതായി എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് അർത്ഥവത്തായ വിവരങ്ങൾ, അതായത് മീനിങ്ഫുൾ ഇൻഫർമേഷനായി തിരികെ നൽകുന്നു. ഈ 3 സ്റ്റെപ്പുകളുണ്ടല്ലോ, റിസീവിംഗ്, പ്രോസസ്സിംഗ്, ഗിവിംഗ്, ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ, ഡേറ്റ എന്നൊക്കെയുള്ള വാക്കുകൾ എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? പണ്ടത്തെ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന വാക്ക് വന്നത് കമ്പ്യൂട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. അതുപോലെ ഡേറ്റ എന്ന വാക്ക് വന്നത് ഡേറ്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുടെ വേരുകൾ ഇത്രയും പഴക്കമുള്ള ഒരു ഭാഷയിലാണെന്നത് ശരിക്കും കൗതുകകരമല്ലേ? ഇത് എന്തായാലും ഓർത്തുവെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഡാറ്റ വേഴ്സസ് ഇൻഫർമേഷൻ, റോ മെറ്റീരിയലും അതിൽ നിന്നും ഉണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റും. അപ്പോൾ എന്താണ് ഈ ഡാറ്റ? നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ. വളരെ ലളിതമായി പറഞ്ഞാൽ ഡാറ്റ എന്ന് പറയുന്നത് വെറുമൊരു കളക്ഷനാണ്, കുറച്ച് വസ്തുതകളുടെയും കണക്കുകളുടെയും ഒരു ശേഖരം. അതായത് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇതിന് സ്വന്തമായിട്ടൊരു പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസംസ്കൃത വസ്തു അല്ലെങ്കിൽ റോ മെറ്റീരിയലാണിത്. പരീക്ഷയ്ക്ക് ഓപ്ഷനുകളിൽ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് കണ്ടാൽ കണ്ണും പൂട്ടി ടിക്കിയതോളൂ, അത് ഡാറ്റയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ റോ മെറ്റീരിയലായിട്ടുള്ള ഡേറ്റ, അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് അത് ഇൻഫർമേഷനായി മാറുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അർത്ഥവത്തായ ഒരു സന്ദേശം, അതായത് ഒരു മീനിങ്ഫുൾ മെസ്സേജ് നൽകുന്നു എന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡേറ്റയാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കൃത്യമായി മനസ്സിലായില്ലേ? ഡാറ്റ എന്നത് കേവലം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ്, എന്നാൽ ഇൻഫർമേഷൻ എന്നത് പ്രോസസ്സ് ചെയ്യപ്പെട്ട അർത്ഥവത്തായ ഒരു സന്ദേശമാണ്. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക തന്നെ വേണം. ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. സെക്ഷൻ 3ലേക്ക് കടക്കാം, ദ പവർ ഓഫ് പ്രോസസ്സിംഗ്. ഡേറ്റ എങ്ങനെ ഇൻഫർമേഷൻ ആകുന്നു എന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് ഇതൊരു ഒറ്റ വാക്കല്ല, കമ്പ്യൂട്ടർ ചെയ്യുന്ന കുറച്ച് ആക്ഷൻസിൻ്റെ ഒരു കൂട്ടമാണിത്. എ സെറ്റ് ഓഫ് ആക്ഷൻസ്. ഡാറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റാൻ കമ്പ്യൂട്ടർ ചെയ്യുന്ന ഈ പ്രവൃത്തികളെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡാറ്റയിൽ നിന്നും ഇൻഫർമേഷനിലേക്കുള്ള ഒരു പാലമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. പ്രധാനമായും 3 ലളിതമായ ഘട്ടങ്ങളാണുള്ളത്. 1-ാം ഘട്ടം, കമ്പ്യൂട്ടർ ഡാറ്റ റിസീവ് ചെയ്യുന്നു. 2-ാം ഘട്ടം, അങ്ങനെ കിട്ടിയ ഡാറ്റയെ അത് പ്രോസസ്സ് ചെയ്യുന്നു. 3-ാം ഘട്ടം, ഒടുവിൽ നമുക്ക് ആവശ്യമുള്ള അർത്ഥവത്തായ ഇൻഫർമേഷൻ ഔട്ട്പുട്ടായി നൽകുന്നു. ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. വളരെ സിമ്പിളാണ് ഈ ജേണി. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും അല്ലേ? ഇത്രയും വലിയ ഡേറ്റ ഇത്രയും ഇഫക്റ്റീവായി പ്രോസസ്സ് ചെയ്യാൻ ഈ മെഷീനെ സഹായിക്കുന്നതെന്താണ്? ബാക്കി എല്ലാ യന്ത്രങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറിനെ വ്യത്യസ്തമാക്കുന്ന ആ പവർ എന്താണ്? അവിടെയാണ് നമ്മുടെ അവസാനത്തെ സെക്ഷൻ വരുന്നത്, കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട 7 സവിശേഷതകൾ, അഥവാ അതിന്റെ സൂപ്പർ പവറുകൾ. ഈ കാണുന്ന 7 കാര്യങ്ങളാണ് ശരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം. പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നതും ഈ പോയിന്റുകൾ തന്നെയായിരിക്കും. നമുക്ക് വേഗത്തിൽ ഓരോന്നായി നോക്കാം. 1. ആക്യുറസി, യാതൊരു തെറ്റും വരുത്താതെയുള്ള കൃത്യത. 2. സ്പീഡ്, കണ്ണ് ചിമ്മുന്ന സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വേഗത. 3. വെർസറ്റാലിറ്റി, പലതരം ജോലികൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവ്. 4. സ്റ്റോറേജ് കപ്പാസിറ്റി, എത്ര വലിയ വിവരങ്ങളും സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷി. 5. ഓട്ടോമേഷൻ, സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ്. 6. ഡിലിജൻസ്, നമ്മൾ മനുഷ്യരെ പോലെ ക്ഷീണിക്കാതെ മണിക്കൂറുകളോളം വർക്ക് ചെയ്യാനുള്ള കഴിവ്. 7. റിലയബിലിറ്റി,
എപ്പോഴും ഒരേ റിസൾട്ട് തരുന്ന, നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസ്യത. ഈ 7 സവിശേഷതകളും ബൈഹാർട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ 7 സവിശേഷതകളാണ് മോഡേൺ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞല്ലേ, ആ ലാറ്റിൻ പദമായ ഡേറ്റത്തിൽ തുടങ്ങി അർത്ഥവത്തായ ഇൻഫർമേഷനിൽ അവസാനിക്കുന്ന ആ വലിയ യാത്ര. അത് സാധ്യമാക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഈ കിടിലൻ കഴിവുകൾ ഒന്നുകൊണ്ടും മാത്രമാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ സെഷന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ ഒരു ഡേറ്റ പോലെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കിട്ടിയ ഡേറ്റയെ നന്നായി പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ മികച്ച വിജയമെന്ന മനോഹരമായ ഇൻഫർമേഷനാക്കി മാറ്റുക. നിങ്ങൾക്കതിന് ഉറപ്പായും സാധിക്കും. ഈയൊരു പോസിറ്റീവ് എനർജിയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിലെ ഓരോ പോയിന്റും നന്നായി റിവൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് ഗംഭീരമായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.